ഹലോ ഗായ്സ്, നമുക്കിന്ന് ഫെബ്രുവരിയിലേക്കുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ സെറ്റാക്കിയാലോ? ജനുവരിയിലും ഞാൻ ഇത് തന്നെയാണ് ചെയ്തത്. എന്താ ചെയ്യുക, സമയം കിട്ടുന്നില്ല ഒന്നിനും. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ളൊരു പെയിൻറ്റ് വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു ഗ്രില്ലും ചെറിയൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു കളറാണ് ഉണ്ടാക്കിയത്. മീൻസ് ഒരു റെഡ് വൈറ്റിൽ കൂട്ടിയിട്ട് ചെറിയൊരു പിങ്കിഷ് കളർ കൊടുത്തു. ഇനി റെഡിൽ ഇങ്ങനെ എൻ്റെ ഒരു കയ്യിൽ വേറെ പെന്നോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പോൾ ഞാൻ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അതിൽ പെൻസിൽ ടിപ്പ് ചെയ്തിട്ട്, ചെറിയ ബ്രഷൊന്നും എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് ഫെബ്രുവരിയിൽ നിന്ന് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ടൈമുള്ള പണിയാണെങ്കിലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ലുക്കൊക്കെ തോന്നി. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനറല്ലേ, വേറെ ആർക്കും കൊടുക്കാനൊന്നുമല്ലല്ലോ. അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് അങ്ങ് ചെയ്തു. പിന്നെ നമ്മൾ ഫെബ്രുവരി തീം കൊടുക്കുന്നത് കാര്യമായിട്ട് ഫെബ്രുവരി നമുക്ക് വാലൻറ്റൈൻസ് ഡേയിലാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ലവ് തന്നെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ച് അങ്ങനെയാണ് ഫെബ്രുവരിക്ക് ഞാൻ കൂടുതലും റെഡ്, പിങ്ക്, പിന്നെ ഹാർട്ടൊക്കെയാണ് കാര്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ അടി കാണുന്ന ഒരു ബോ ഉണ്ടല്ലോ, അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതാണ് അതിൻ്റെ കോല അങ്ങനെ ത്രെഡ് വെച്ചിട്ടുണ്ടാക്കിയാണ്. അങ്ങനെ ഞാനത് ഫെബ്രുവരിയിൽ നിന്ന് ഇങ്ങനെ എങ്ങനെയൊക്കെയോ എഴുതിയെടുത്തു. പെൻസിലിൻ്റെ ടിപ്പിലിങ്ങനെ കളറാക്കിയിട്ട് എഴുതിയെടുത്തു. ഇതൊക്കെ ഞാൻ ആദ്യം ചെയ്ത് വെച്ചിരുന്നു, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല, കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കുറേ ലവൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പേജിനൊക്കെ ഒരു കളറൊക്കെ കൊടുത്തു. പിന്നെ എനിക്ക് പേജിന് കളർ കൊടുക്കലൊരു ബോറായി തോന്നി, എന്നാലും ഞാനതങ്ങനെ ജസ്റ്റ് കൊടുത്ത്. ഇതൊക്കെ ഞാൻ പഴയ ബുക്ക് വെച്ചിട്ടുണ്ടാക്കിയ ഒരു പ്ലാനറാണ്. എനിക്കിങ്ങനെ വാങ്ങുന്നതിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പഴയ ബുക്ക് വെച്ചിട്ടുണ്ടാക്കിയതാണ്. പിന്നെ ഞാനത് ഓരോ കോളംസ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. കാരണം ഇത് നമുക്ക് എന്തിനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഡയറി പോലെ എഴുതിയാൽ നമ്മൾ എന്തായാലും അതൊന്നും തുറന്ന് നോക്കാൻ പോണില്ല. അപ്പോൾ ഞാൻ ഈ ഓരോ കോളംസ് ആക്കിയിട്ട് അതിന് ഡേറ്റും കൊടുക്കുകയാണ്. അപ്പം ആ ഒരു ദിവസത്തിൽ നടന്നത് ചെറിയ ചെറിയ കാര്യങ്ങളെ എനിക്ക് നടക്കാനുള്ളൂ. കാരണം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയായതുകൊണ്ട് എനിക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാകുമ്പോൾ ഒന്നെങ്കിൽ പോയിൻ്റ് ഇട്ടിട്ട് എഴുതും, അല്ലെങ്കിൽ ഞാൻ ചെറിയൊരു ബ്രീഫ് ആക്കിയിട്ട് അങ്ങനെ എഴുതും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ തുറന്നു നോക്കിയാൽ എനിക്കിതിൽ കുറേ കാര്യങ്ങൾ എഴുതി വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, ചെറിയ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നീട് തുറന്നു നോക്കിയാൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയത്, ബാങ്കിൽ പോയത്, അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഡേറ്റിൽ പോയി എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെറുതെ ഡയറി പോലെ ഓരോ സന്തോഷമുള്ള ദിവസങ്ങളും സങ്കടമുള്ള ദിവസങ്ങളൊക്കെ നമുക്കുണ്ടാവുമല്ലോ, അതൊക്കെ ഇതിൽ ജസ്റ്റ് പോയിൻ്റ് ഇട്ടിട്ട് എഴുതാമെന്നൊക്കെ വിചാരിച്ചു. അല്ലെങ്കിൽ വല്ല കല്യാണത്തിന് പോയതും സൽക്കാരത്തിന് പോയതും എല്ലാം എഴുതാമല്ലോ. വലിയൊരു പേജ് ഇതിനായിട്ട് എടുക്കുമ്പോൾ അതൊരു നഷ്ടമാണ്. പോരാത്തതിന് അതൊന്നും നമ്മൾ മറിച്ച് പോലും നോക്കില്ല. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് എഴുതി കൊടുത്താൽ നമുക്ക് ആ ഒരു പോയിൻ്റൊക്കെ വായിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ആ കാര്യം തന്നെ ആ ഡേ തന്നെ നമ്മളെ മൈൻഡിലേക്ക് വരും. പിന്നെയൊക്കെ എടുത്തിട്ടൊക്കെ നോക്കണം കേട്ടോ, ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുകയൊക്കെ വേണേ. അതായത് ഈ ഒരു ഇയർ കഴിഞ്ഞിട്ട് അടുത്ത ഇയറിൽ പ്ലാനർ ഉണ്ടാക്കുമ്പോൾ വെറുതെ ജസ്റ്റ് ഈ പ്ലാനറൊക്കെ ഒന്ന് എടുത്ത് വെക്കുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ മെയിൻ. ഒരു പ്ലാനറൊക്കെ ഉണ്ടാക്കുന്നതിനോട് എനിക്കൊരു ഭയങ്കര ഒരു ഇഷ്ടം അതാണ്. പിന്നെ എനിക്ക് ഈ ഒരു ഇയർ എന്നെ പ്രൊഡക്റ്റീവായി തോന്നും, കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ തോന്നും. ഞാൻ ഇതിൽ കണ്ടോ ഇങ്ങനെ ഡേറ്റും എഴുതി കൊടുത്തിട്ടുണ്ട്, ദിവസവും ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ചെറിയ പോർഷൻ എനിക്ക് വേണ്ടിയിട്ട് ഈ മന്ത് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ഒരു ലെറ്റർ ഞാനിതിൻ്റെ ഉള്ളിൽ എഴുതും. ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് നോക്കുന്നവർക്കൊന്നും കാണാനും പറ്റില്ല. പിന്നെ ആരുടെയും ഡയറി ഒന്നും ഒരിക്കലും എടുത്ത് തുറന്ന് നോക്കരുത് കേട്ടോ. ഇത് ഈ പ്ലാനർ എന്നാണെങ്കിലും ചെറിയൊരു ഡയറി പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊരു പ്ലാനർ ആണെങ്കിലും നമുക്ക് ഡയറിൻ്റെ ഉപയോഗം നടക്കും, അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു ലെറ്ററാണ്. ഈ മന്ത് എങ്ങനെ പോയി എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഉള്ളിൽ എഴുതി വെക്കും. അപ്പോൾ അത് പെട്ടെന്ന് തുറന്നാലും അങ്ങനെ കാണൂലല്ലോ. അപ്പം ഇത് എനിക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുക്കുന്നതാണ്. ഇത് പിന്നെ എൻ്റെ സലാഡ് ട്രാക്കറാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും സലാഡ് ട്രാക്കറാണ്. ഇതൊക്കെ വേണോ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇതൊരു പ്രശ്നമല്ലേ എന്ന് ചോദിക്കുന്നവരോട് ഇത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി, അല്ലാത്തവർ വല്ല സ്റ്റഡി ട്രാക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇതെനിക്ക് എന്തിനാണ് യൂസ് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ നിസ്കാരം കളായപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫെബ്രുവരിയിൽ 28 വരെയുള്ളതെന്നുള്ള കാര്യം ഞാൻ മറന്നിട്ട് 31 കോളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനവിടെ ഒരു നോട്ട്സ് ആക്കിയിട്ട് കൊടുത്തു. ഞാൻ ഗ്രിഡൊക്കെ അവിടെ നിന്ന് മായ്ച്ചിട്ട് കളയണം, അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു സലാഡ് ട്രാക്കറാണത്. കാരണം ഓരോ ജോലിക്കും പോകുന്ന ആൾക്കാരല്ലേ, അവർക്കൊന്നും
ഇങ്ങനെ ഇതൊന്നും ചെയ്തിരിക്കാൻ ടൈമിലില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചിട്ട് ടിക്കിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഖുർആൻ്റെ ആണ്. ഇതിലും ഞാൻ 28 ദിവസം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ സൂറത്ത് ഓതി അങ്ങനത്തെ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇതാണ്. നമ്മൾ സ്ഥിരം ഓതുന്ന സൂറത്തുകൾ ഓതിയോ ഈ ദിവസം ഓതിക്കണമെങ്കിൽ ടിക്കറ്റ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതൊരു പ്രൊഫഷൻ. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പം പഠിക്കുന്നവർക്കാണെങ്കിൽ സ്റ്റഡി അങ്ങനെയൊക്കെ കൊടുക്കാം. എനിക്കിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കൊടുത്തു. എൻ്റെ വീഡിയോസിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇനിയും വീഡിയോസ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ബൈ.